ഹലോ, ഹാപ്പി ഓണം. എല്ലാവരുടെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ ഓണം ബാംഗ്ലൂരായിരുന്നു. ഞങ്ങൾ നാട്ടിൽ പോയില്ലായിരുന്നു ഈ പ്രാവശ്യം. കഴിഞ്ഞ മാസം ഞങ്ങൾ നാട്ടിൽ പോയിട്ട് ഈ മാസം ഞങ്ങൾ നാട്ടിൽ പോയില്ല. പിന്നെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് ഈ ഓണം ബാംഗ്ലൂർ തന്നെ ആഘോഷിക്കാമെന്ന്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ ആഘോഷിക്കുന്നത്, അല്ലാതെ എപ്പോഴും നമ്മൾ നാട്ടിലാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സത്യം പറയാമല്ലോ, നമ്മുടെ നാട്ടിലെ ഓണമാണ് ഓണം. ഇവിടെ വേറെ ഫെസ്റ്റിവൽസാണ് ഇവർ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളികളുള്ള ഏരിയയിൽ ഓണം നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഇവിടെ അത്ര ഒന്നും പറയത്തക്ക വിധത്തിലൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ രാവിലെ HAL അമ്പലമുണ്ട്, അയ്യപ്പൻ്റെ അമ്പലം, അവിടെ പോയി. എന്നിട്ട് തൊഴുതു. ഞാനും ചേട്ടനും കുഞ്ഞും ഉണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ഫസ്റ്റ് ഓണമാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പ്രസാദമായിട്ട് പായസമൊക്കെ കിട്ടി, നല്ല പായസമായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു വരുന്ന വഴിയിൽ ഞങ്ങൾ ഈ പ്രാവശ്യം സദ്യ മേടിക്കുമായിരുന്നു. കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് സദ്യ എല്ലാം ഉണ്ടാക്കാൻ നല്ല പാടാണ്. അതുകൊണ്ട് സദ്യ മേടിക്കുമായിരുന്നു. അപ്പം ഷെഫിലയുടെ അവിടെ വൈറ്റ് ഫീൽഡിൽ പോയി ഞങ്ങൾ സദ്യയെല്ലാം കളക്ട് ചെയ്തു. എന്നിട്ട് സദ്യയൊക്കെ കൊണ്ട് ഞങ്ങൾ കാറയിലിങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദേവന് കുറച്ച് കാറയിലിരിക്കാൻ നേരം വഴക്കൊക്കെ ഉണ്ടാക്കി, അവന് അടങ്ങിയിരിക്കാൻ വയ്യാത്തതിന്. അപ്പം ഞാനെല്ലാം കാണിച്ചുകൊണ്ടൊക്കെ വരുമായിരുന്നു. അപ്പം നമ്മൾ വീട്ടിലെത്തി. പിന്നെ സദ്യയെല്ലാം അൺബോക്സിങ് ആണ്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സദ്യ കഴിക്കാൻ വേണ്ടി. കുറേ നാളായിരുന്നു. കുഞ്ഞിൻ്റെ, എനിക്ക് തോന്നുന്നു കുഞ്ഞിൻ്റെ 28 കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്ന സദ്യ ഇപ്പോഴാണ് സദ്യ കഴിക്കുന്നത്. നല്ല എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. 3 കൂട്ടം പായസം ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാർ, അവിയൽ, കിച്ചടി, ഓലൻ, അങ്ങനെ എല്ലാ വിധ സാധനങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു അരിയുടെ ഒരു പായസം ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പരിപ്പ് പായസം, അരിയുടെ പായസമല്ല, പരിപ്പ് പായസം. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓവറോൾ നല്ലതായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു 2021 മേടിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടെ നല്ലതായിരുന്നു കമ്പയർ ചെയ്യുവാണെങ്കിൽ. പിന്നെ കുഞ്ഞിനും കുഞ്ഞ് ഇലയൊക്കെ ഇട്ട് അവനും സദ്യയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സദ്യ കഴിച്ചു. പിന്നെ ഞങ്ങൾ വിളക്കത്തൊക്കെ വിളമ്പി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 2 മണിയായി. ഇവിടെ വിഷമം വന്നു. എല്ലാവരുടെ അമ്മയുടെയൊക്കെ അടുത്ത് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത് ഭയങ്കര സങ്കടമായിപ്പോയി. അതുമല്ല, മോനും ഈ പ്രാവശ്യം അവിടെ പോകാനും പറ്റിയില്ല. അവൻ്റെ അപ്പൂപ്പനെ അമ്മൂമ്മയൊന്നും കാണാനും പറ്റിയില്ല. അവർക്കും സങ്കടമാണ്. കുഴപ്പമില്ല, നമുക്കിനി 1 മാസം കഴിയുമ്പോൾ പോകാമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുവാണ്. പിന്നെ ഞാനങ്ങനെ ഓരോന്നിങ്ങനെ അൺബോക്സ് ചെയ്ത് നിങ്ങളിങ്ങനെ കാണിക്കുവാണേ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ സൂക്ഷിച്ച് അൺബോക്സ് ചെയ്ത് സാമ്പാറൊക്കെ സൂപ്പറായിരുന്നു, നല്ല സാമ്പാറായിരുന്നു. പിന്നെ ഈ കറികളെല്ലാം കൂടെ ഒരു കിറ്റ് പോലൊരു നല്ലൊരു ഒരു പാത്രത്തിനകത്താണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നന്നായിട്ട് ഇരുന്നു. അങ്ങനെ എല്ലാം തുറന്നിട്ട് നമ്മൾ 3 പേരൂടെ കഴിച്ചു. പിന്നീട് വൈകിട്ടായപ്പോഴത്തേന് ചെറുതായിട്ട് മഴ പെയ്തു. നമ്മൾ പുറത്ത് വരെ ഇറങ്ങി. കുഞ്ഞിന് ചുമയായിരുന്നു, അത് കാണിക്കാൻ ഹോസ്പിറ്റലിൽ വരെ പോയി. അത്രയേ ഉള്ളായിരുന്നു ഓണം. ബൈ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.